വർക്കുന്നു ധാരാളം സൈഡുണ്ട്. ഉടനെ സ്വാമിജി പറഞ്ഞ വാക്കുകൾ, അവനവന് ചെയ്യാൻ പറ്റാത്തത് ഇരുന്ന് ചിന്തിച്ച് സമയം കളയരുത്. ഇഫ് യു ക്യാൻ ഡു, ഡു ഇറ്റ്. ഇഫ് യു കാൺ ഡു, ഡോണ്ട് സ്പെൻഡ് യുവർ ഗുഡ് ടൈം ഫോർ ദാറ്റ് എന്ന്. എത്ര വലിയൊരു മാറ്റമായിരുന്നു അറിയോ. മനസ്സിൽ നിന്ന് വേണ്ടാത്ത ചിന്തകൾ എടുത്ത് മാറ്റി. നമുക്ക് ചെയ്യാൻ പറ്റാത്തതൊക്കെ വെറുതെ ചിന്തിച്ച് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ നമ്മൾ ഈ ലോകം നന്നാക്കേണ്ട കാര്യത്തിലുണ്ടല്ലോ, ആ പാർട്ടി നന്നായാൽ നന്നായിരുന്നു, ഈ പാർട്ടി നന്നായി അങ്ങനെയായിരുന്നു. നമ്മൾ വെറുതെ ചിന്തിച്ചിട്ട് കാര്യമില്ല. വെറുതെ രാഷ്ട്രീയ പ്രസംഗം കൊണ്ട് കാര്യമില്ല. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? ഗാന്ധിജിയിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടുന്ന ഒരു വലിയൊരു പാഠം അതാണ്. ഗാന്ധിജി ദണ്ഡി യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനെ എതിർത്തു എല്ലാവരും. ഗാന്ധിജി, വാട്ട് ഫൂളിഷ്നെസ് യു ആർ ടോക്കിംഗ് എന്ന് പറഞ്ഞു. ഇറ്റ്സ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞു. ഗാന്ധിജി, ഫോർ യു ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, ഫോർ മീ ഇറ്റ് ഈസ് പോസിബിൾ എന്ന്. അദ്ദേഹത്തിന് അത് പോസിബിൾ ആയിരുന്നു. അദ്ദേഹത്തിനെ വാല്യൂ ചെയ്തിരുന്നു. കാരണം അദ്ദേഹത്തിന് അത്രയും ജീവിതത്തിൽ ഉറപ്പുണ്ടായിരുന്നു. ബ്രിട്ടീഷ് രാജ്ഞിയുടെ ചർച്ചയ്ക്ക് അദ്ദേഹം ചെന്നപ്പോൾ, രാജ്ഞിയുടെ കൊട്ടാരത്തിൽ, ബക്കിംഗ് കൊട്ടാരത്തിൽ അദ്ദേഹം ചെന്ന സമയത്ത് രാജ്ഞി അദ്ദേഹത്തിനോട് പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം ഈ അരമുറി തോർത്തുമുണ്ട് കൊടുത്തിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തോട് പറയും, ഇതല്ല വസ്ത്രത്തിൻ്റെ പ്രോട്ടോക്കോൾ എന്ന്. നമ്മുടെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ സൂട്ടും കോട്ടും ഒക്കെ ധരിക്കണമെന്ന് ഗാന്ധിജി പറഞ്ഞു എന്നാണ് പറയുന്നത്. എനിക്കറിയാം രാജ്ഞി, കാരണം സൂട്ടും കോട്ടും ഇട്ട ആളായിരുന്നു അദ്ദേഹം. പണ്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്നു ലോയറായിട്ട്. അദ്ദേഹത്തിന് അറിയാത്ത കാര്യമൊന്നുമല്ല സൂട്ടും കോട്ടും ഇടാൻ. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താ അറിയോ? ഐ വാല്യൂ ദ വാല്യൂസ്, നോട്ട് ദ വാല്യുബിൾ വിച്ച് യു വാല്യൂ എന്നാണ്. നിങ്ങൾ വാല്യൂ ചെയ്യുന്ന വസ്ത്രങ്ങളെയല്ല ഞാൻ വാല്യൂ ചെയ്യുന്നത്, ഐ വാല്യൂ ദ വാല്യൂസ് എന്നാണ്. ഗാന്ധിജി ഇതേ കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ദണ്ഡി യാത്ര ഉപ്പ് വെള്ളം വറ്റിച്ചെടുക്കും എന്ന് ഗാന്ധിജി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, രാമൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കുന്നതാണ്. നിങ്ങൾ വരുമോ വരാതിരിക്കുകയോ നിങ്ങളുടെ ഇഷ്ടം. ഗാന്ധിജി പറഞ്ഞ പ്രകാരം, ഷെഡ്യൂൾ പ്രകാരം പോയിരിക്കും. പിന്നീട് ആ യാത്രയിൽ കോടാനുകോടി ജനങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഓരോരുത്തരും നമ്മുടെ തലത്തിൽ ഒരാളെ ആത്മീയമായിട്ട്, ഒരാളെ ഗീത പഠിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ വലിയ സേവനമാണ് ചെയ്യുന്നത്. ഒരാളെ നിങ്ങൾക്ക് നാമം ജപിക്കാൻ പറ്റുമോ? വലിയ സേവനമാണ്. നിങ്ങളുടെ അമ്പലത്തിൽ ചെന്ന് നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ വലിയ സേവനമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിൽ കുറച്ച് ആളുകളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് സത്സംഗം ചെയ്യാൻ പറ്റുമോ? അതൊരു വലിയ സേവനമാണ് ചെയ്യുന്നത്. ഇപ്രകാരം നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ, വ്യക്തി നേരെയായാൽ സമൂഹം നേരെ. നമ്മളാണ് ഈ ഭാരതത്തിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങൾ. നമ്മളോട് ഋഷീശ്വരന്മാർ പറയണത്, നിങ്ങൾ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത ചുരസ്യതാര നിശിതാദുരത്യ ദുർഗം പദസ്ഥൽ കവയോ വദന്തി. ഉത്തിഷ്ഠത, എണീക്കൂ, ഈ ലോകത്തിലേക്ക് ഉണരൂ, പ്രവർത്തിക്കൂ. പ്രയാസമാണ്. ചുരസ്യതാര നിശിതാദുരത്യ, നല്ല മൂർച്ചയുള്ള വാളിൻ്റെ മുകളിലൂടെ നടക്കുന്നതാണെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ കൂടെ മഹാത്മാക്കളുണ്ട്, സജ്ജനങ്ങളുണ്ട്, ഭഗവാന്റെ കാരുണ്യമുണ്ട്. അതല്ലേ ശരി? ഇപ്രകാരം മഹാത്മാവായ പൃഥു ആളുകളോട് പറഞ്ഞതിന് ശേഷം പിന്നീട് അവർ രാജാവിനെ സ്തുതിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ദൃഢവ്രത സത്യസന്ധോ ബ്രഹ്മണ്യോ വൃദ്ധസേവകാം ശരണ്യ സർവഭൂതാനാം മാനദോ ദീനവത്സലാം മാതൃഭക്തി പരസ്ത്രീഷു പത്ന്യാമർദ്ധൈവാത്മനാം പ്രജാസു പൃഥുവൽ സ്നിഗ്ധ കിങ്കരോ ബ്രഹ്മവാദിനം ദേഹിനാമാത്മവൽ പ്രേഷ്ഠാം സുഹൃദാം നന്ദിവർദ്ധനാം മുക്തസംഗപ്രസംഗോയം ദണ്ഡപാണിരസാദുഷു. ഇദ്ദേഹത്തിൻ്റെ സംസ്കാരങ്ങളെ പറയാണ്. ദൃഢവ്രത, സത്യസന്ധ, ബ്രഹ്മണ്യോ, വൃദ്ധസേവക, ശരണ്യ സർവഭൂതാനാം, മാനദോ ദീനവത്സല. നേരത്തെ വേനൻ്റെ നെഗറ്റീവ് ഗുണങ്ങളെക്കാൾ പോസിറ്റീവ് ഗുണങ്ങൾ ആർക്കുണ്ടായിരുന്നു? പൃഥുവിനാണ്. അമ്മമാരെ നോക്കൂ, ഏതൊരൊക്കെ രീതിയിൽ. മാതൃഭക്തി പരസ്ത്രീഷു, മറ്റുള്ള സ്ത്രീകളെ അമ്മയായി കാണാനുള്ള സംസ്കാരം. പത്ന്യാമർദ്ധൈവാത്മന, ആ സ്ത്രീകളോടുള്ള ഒരു ബഹുമാനം. പ്രജാസു പൃഥുവത് സ്നിഗ്ധ, പിതൃവത് ആദരവോടെ പ്രജകളെ കണ്ട്, ബ്രഹ്മവാദിനാം മഹാത്മാക്കളെയൊക്കെ ആദരിച്ചുകൊണ്ട്, ദേഹിനാം ആത്മവത് പ്രേഷ്ഠ, എല്ലാവരെയും തനിക്കെങ്ങനെയാണ് സുഖം അതേ സുഖം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട്, സുഹൃതാം നന്ദിവർദ്ധന. ഇപ്രകാരമൊക്കെയുള്ളൊരു സോഷ്യലിസ്റ്റ് രാജാവായിരുന്നു ആര്? എനിക്ക് നമ്മളുണ്ടല്ലോ ഈ ഇന്ന് കാണുന്ന ഈ കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, എല്ലാ ഇസങ്ങളും നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഭാരതത്തിലേക്ക് നോക്കൂ. ഇവിടെ മനുഷ്യരെയൊക്കെ ഈശ്വരതുല്യം സ്നേഹിച്ചുകൊണ്ട് ഭരിച്ച ചക്രവർത്തിമാർ ഈ ഭാരതത്തിൽ ഉണ്ടായിരുന്നു, നമുക്ക് കാണാം. ഇതിലൊക്കെ അപ്പുറം എന്താണ് കമ്മ്യൂണിസം പറയാനുള്ളത്? അമ്മമാരെ പോലെ
മറ്റുള്ള സ്ത്രീകളെക്കാണ് ആദരിക്കുക, വൃദ്ധന്മാരെ സേവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതൊക്കെ ചെയ്ത അദ്ദേഹം ഇപ്രകാരം അദ്ദേഹത്തിനെ സ്തുതിച്ചതിന് ശേഷം 17-ാമത്തെ അദ്ദേഹത്തിലേക്ക് വരുമ്പം രാജാവ് ഭൂമി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിനൊരു വിഷമം കാണാൻ സാധിച്ചത്. എന്താ വിഷമം? ഈ ഭൂമിയിൽ വേണ്ടത്ര ഭക്ഷണമില്ല, വെള്ളമില്ല, വരണ്ട് കിടക്കണു ഭൂമി. പ്രജകളൊക്കെ വളരെ ദുഃഖത്തിലാണ്. കസ്മാൽ ദദാര ഗോരൂപം, ഗോരൂപം എടുത്തു ഭൂമിദേവി. എന്നിട്ട് ആ ഭൂമിദേവിയുമായിട്ട് ഇദ്ദേഹത്തിന് യുദ്ധത്തിനിട വന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കഥയെന്ന് വിസ്തരിച്ച് പറയാണ് പൃഥുപ്രജാനം കരുണം നിശമ്യ പരദേവിധം ദീർഘം ദദ്യോ കുരുശ്രേഷ്ഠ നിമിത്തം സോനുപദ്ധ്യത ഇതി വ്യവസ്ഥിതോ ബുദ്ധ്യ പ്രഹീത ശരാസന സന്തതേ പിശികം ഭൂമി ക്രുദ്ധസ്ത്രിപുരഹായഥാ. പ്രജകൾ രാജാവിനെ കണ്ടുകൊണ്ട് രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, രാജൻ ഭക്ഷണമില്ല, ആഹാരമില്ല, പട്ടിണിയിലാണ്, ഞങ്ങൾ വളരെ ശോഷിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, കുടിക്കാൻ വെള്ളമില്ല, കാരണം അത്രയും ഭൂമിയിൽ നിന്ന് ഒന്നും കിട്ടാതെ ഇരിക്കണോ. ഇത് കേട്ടതും രാജാവിൻ്റെ പ്രജകളുടെ ദുഃഖം കണ്ടപ്പോൾ അദ്ദേഹത്തിന് വിഷമം തോന്നി. അദ്ദേഹം ഭൂമിയുമായിട്ട് യുദ്ധം ചെയ്യാൻ നിശ്ചയിച്ചു. സന്തതേ വിശികം ഭൂമി ക്രുദ്ധസ്ത്രിപുരഹായഥ. അദ്ദേഹം ഭൂമിയെ ഒരു കൊല്ലാനുള്ള ദേഷ്യത്തോടു കൂടിയിട്ട് അസ്ത്രമെടുത്തുകൊണ്ട് സന്തതേ വിശികം ഭൂമി, തൻ്റെ ആയുധവുമായിട്ട് ഭൂമിയുടെ നേർക്ക് പോയി എന്നാണ്. ഭൂമിയാണെങ്കിലോ ഘൗ സത്യപാദ്രവൽ ഭീത മൃഗീയ മൃഗയുദ്രുത. ഭൂമി ഗോരൂപം എടുത്തുകൊണ്ട് അവിടുന്ന് ഓടാൻ തുടങ്ങി. ഇപ്പൊ ഭൂമിക്കെതിരെ യുദ്ധം ചെയ്യുന്ന ആദ്യത്തെ രാജാവാണ് പൃഥു മഹാരാജാവ്. അങ്ങനെ ഭൂമി ഓടുന്ന സമയത്ത് ഭൂമി വിളിച്ചു പറയാണ്, സത്വം ജിഹാംസസേ കസ്മാൽ ദീനാമകൃത കൽബിഷം അഹനിഷ്യത കഥം യോഷം ധർമ്മജ്ഞേതിയോ മതി. രാജൻ സ്ത്രീകളെ രാജാക്കന്മാരെ വധിക്കാറില്ല, ധർമ്മിഷ്ഠന്മാരായ രാജാക്കന്മാരെ വധിക്കാറില്ല. ഞാനൊരു പശുവിന്റെ രൂപമെടുത്ത് ഓടുകയല്ലേ. പ്രഹരന്തിന വൈ സ്ത്രീ ശുക്രദാഹസ്വപിജന്തവ കിമുദ തദ്വിദാരാധൻ കരുണാധീനവത്സല. ഈ ഏഷയോട്, ഈ ധീനയോട് കാരുണ്യം കാണിച്ചുകൊണ്ട് ഈ ഉള്ളവളെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ രാജാവ്, ആ പൃഥു മഹാരാജാവ് ഭൂമിയോട് പറയാണ്, വസുദേ ത്വാം വദിഷ്യാമി മശാസനപരാങ്മുഖിം ഭാഗം ബഹിർഷിയാ വൃങ്ക്തേ നത്തനോദീ ച നോ വസു. വസുദേ ത്വാം വദിഷ്യാമി, ഞാൻ നിന്നെ തീർച്ചയായിട്ടും വധിക്കും, എനിക്ക് യാതൊരു പേടിയില്ല നിന്നെ വധിക്കുന്നത്. സ്ത്രീവധം തെറ്റാണോ ശരിയാണോ എന്ന് നോക്കില്ല ഞാൻ. കാരണം നീ എൻ്റെ പ്രജകളെ നീ വിഷമിപ്പിക്കുന്നു. എൻ്റെ പ്രജകളേക്കാൾ വലുതല്ല നിന്നോടുള്ള എനിക്കുള്ള ദേഷ്യം. അതുകൊണ്ട് എൻ്റെ പ്രജകൾക്ക് നീ വേണ്ടത് കൊടുത്തില്ലേ. ഭാഗം ബഹിർഷിയോ വൃങ്ക്തേ നത്തനോദി, ഞാൻ ഒരിക്കലും നിന്നെ സമ്മതിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശസ്ത്രം കയ്യിലെടുത്തു. എന്നിട്ട് രാജാവ് വധിക്കും എന്നുള്ളത് കണ്ടപ്പോൾ ആ ദേവി ഏവം മന്യുമയം മൂർത്തിം കൃതാന്തമിവ വിഭ്രതം പ്രണതാ പ്രാഞ്ജലിപ്രാഹ മഹീ സഞ്ചാതവേബതു. പാതാരബിന്ദത്തിൽ വീണ് രാജാവിനെ തൊഴിൽ നമസ്കരിച്ചു. എന്നിട്ട് ഭൂമി ദേവി പറയാണ്, ദേവി പറയണു, നമ പരസ്മേ പുരുഷായ മായയാ വ്യന്യസ്തനാനാതനവേ ഗുണാത്മനെ നമസ്വരൂപാനുഭവേന നിർധുത ദ്രവ്യക്രിയാകാരക വിഭ്രമോമയേ. രാജൻ, അവിടുത്തെ വിട്ടുവീഴ്ചയില്ലാത്ത മനസ്സ് ഞാൻ കണ്ടു, അവിടുത്തെ പ്രജകളോടുള്ള സ്നേഹമുള്ള മനസ്സ് ഞാൻ കണ്ടു, അവിടുത്തെ ഒരു അനുകമ്പ ഞാൻ കണ്ടു. എന്നോട് ദേഷ്യം അങ്ങ് കാണിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ എന്നെ കൊല്ലാനല്ല, അങ്ങ് പ്രജകളോടുള്ള കാരുണ്യം കൊണ്ടാണ്. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അങ്ങൊന്ന് മനസ്സിലാക്കണം രാജൻ, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയായി തീർന്നു എന്ന്. രാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ് ഭൂമി എന്തുകൊണ്ടാണ് വരണ്ടുപോയതെന്ന്. ഇവിടെ 18-ാം അധ്യായത്തിൽ 6-7 ശ്ലോകങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. ദേവി പറയാണ്, പുരാ സൃഷ്ടഹ്യോഷതയോ ബ്രഹ്മണായ വിശംബദേ ഭുജ്യമാനാമയാ ദൃഷ്ട അസദ്ഭീ അധൃതബ്രതൈ. പുരാ സൃഷ്ടഹ്യോഷതയ, ഈ പ്രകൃതിയിൽ ഓഷധകൾ എന്ന് പറഞ്ഞാൽ ചെടികളൊക്കെ പ്രകൃതി വികസിച്ച് വന്നപ്പം അതിലുണ്ടായിരുന്നതാണ്. ബ്രഹ്മണായ വിശംബദേ, ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് വച്ചിരിക്കുന്നത്. എന്നാൽ ഭുജ്യമാനയ മയാ ദൃഷ്ട അസദ്ഭി അധൃതബ്രതൈ, അവിവേകികളായിട്ടുള്ള ആളുകൾ അത് അവരുടെ അനുഭവങ്ങൾക്ക് വേണ്ടി മാത്രം എടുത്തു വയ്ക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ മനുഷ്യൻ ഏത് വികാരത്തിലേക്ക് വന്നു? സ്വാർത്ഥതയിലേക്ക് വന്നു. എന്നവൻ സ്വാർത്ഥനായോ, അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയോ, അപാലിതാനാധൃതാ ച ഭവദ്ഭിർലോകപാലകൈ ചോരീഭൂതേ ലോകേഹം
യജ്ഞാർത്ഥേ ഗ്രസമോഷതി. പിന്നെ ഇവിടെ ഭരിച്ച രാജാക്കന്മാരും അതിൽ കൂടിച്ചേർന്ന് ചോരീഭൂതേ, എൻ്റെ സമ്പത്തെല്ലാം ചോരണം ചെയ്ത് അവരും അവരുടേതാക്കി എടുത്തു വെച്ചപ്പോൾ യജ്ഞാർത്ഥേ അഗ്രസമോഷതി, യജ്ഞാർത്ഥം പ്രജകളോടുള്ള കാരുണ്യം വിട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അഗ്രസം എല്ലാം ഉള്ളിലേക്ക് വലിച്ചെടുത്തു എന്നാണ്. ആരോടുള്ള കാരുണ്യം കൊണ്ട്? ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടി ഇവർ നോക്കിയപ്പോൾ ഞാൻ എല്ലാം ഉള്ളിലേക്ക് വലിച്ചെടുത്തു. നോക്കൂ, ഈ 2 ശ്ലോകങ്ങളുണ്ടല്ലോ, ഇതാണ് സോഷ്യലിസം എന്ന് പറയുന്നത്, ഇതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഭാരതത്തിലെ ഒരു വലിയ ചിന്തനം. ഈ 2 ശ്ലോകങ്ങൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഉള്ളതെല്ലാം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ അത് അവിവേകികളായിട്ടുള്ള ആളുകൾ അവരുടേതെന്ന് എടുത്തു വെക്കുമ്പോൾ ആർക്ക് വേദന വരണോ? ഭൂമിക്ക് വേദന വരണോ? അപ്പോൾ ഭൂമി ഉള്ളതിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കണോ? നമ്മളിത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. നമ്മളൊക്കെ എത്രയോ വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലുണ്ടല്ലോ, പലപ്പോഴും നമ്മൾ ജീവിതത്തിൻ്റെ ചില ശാസ്ത്രങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കുന്നില്ല. മനസ്സുമായിട്ടുള്ളൊരു ബന്ധങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നില്ല. നിയമങ്ങളും വ്യവസ്ഥകളും അല്ല പ്രകൃതിയെ നിലനിർത്തുന്നത്. ഈ പ്രകൃതിയെ നിലനിർത്തുന്നത് മുഴുവൻ മനസ്സ് തന്നെയാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ പശു സങ്കല്പിക്കൂ, നിങ്ങൾ പണ്ടത്തെ ഒരു ജീവിതം, പശു, കൃഷി ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് നല്ല മനസ്സാണെങ്കിൽ അവിടെ സമ്പത്തും സമൃദ്ധിയും എന്നുമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ സ്വാർത്ഥതയും മത്സരവും ഉണ്ടെങ്കിൽ ആ സമ്പത്ത് അവിടെ നശിച്ചിട്ടുമുണ്ട്. ഈവൻ മൃഗങ്ങളോടുള്ള പെരുമാറ്റം തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ അവരെ സ്നേഹിച്ചാൽ അവരിങ്ങോട്ടും സ്നേഹിക്കും, സംശയമില്ലല്ലോ. ഈവൻ നമ്മുടെ സ്നേഹം തിരിച്ചറിയാൻ ചെടികൾക്ക് പോലും സാധിക്കുന്നുള്ളതാണ്. ഡോക്ടർ ജെസി ബോസ് എന്ന് പറയുന്ന കൽക്കട്ടയിലെ സയൻറ്റിസ്റ്റ് ചെടികൾക്കും മനസ്സുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ചെടികൾ വളർത്തുന്ന സമയത്ത് ഒരിക്കൽ അദ്ദേഹത്തെ കാണാനൊരു സുഹൃത്ത് വന്നു എന്നാണ്. അപ്പം ഇതിലൊക്കെ ഒരു പ്രത്യേകം ECG പോലുള്ള മെഷീനൊക്കെ വെച്ചിട്ടുണ്ട് അദ്ദേഹം. ഈ ചെടികളിലൊക്കെ അതിൻ്റെ വൈബ്രേഷൻ അറിയാം, സ്നേഹം കാണിക്കുമ്പോൾ അതിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കൊരു സുഹൃത്ത് വന്നപ്പോൾ, അന്ന് ജെസി ബോസ് പുറത്തു പോയ സമയത്ത് ആ സുഹൃത്ത്, നമ്മുടെയൊക്കെ ഒരു സ്വഭാവമുണ്ട്, അവിടെ ഇരിക്കൂ, കുറച്ചു നേരം വെയിറ്റ് ചെയ്യൂ, ആൾ വരുമോ നോക്കാമെന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ചെടി ഉണ്ടെങ്കിൽ എന്തായിരിക്കും? കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ഏതോ ഒരു ജന്മങ്ങളിൽ എവിടെയോ ഒരു മൃഗത്തിൻ്റെ സ്വഭാവം അതപ്പോൾ കടിച്ചിട്ടുണ്ടാവും, പൊട്ടിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും നമ്മൾ. ഇദ്ദേഹം ജെസി ബോസിനെ കാണാൻ തിരിച്ചു പോയി. പിറ്റേ ദിവസം ഇദ്ദേഹം വരുമ്പോൾ ജെസി ബോസ് അവിടെ ഉണ്ട്. ഇദ്ദേഹം ആ മുറിയിലേക്ക് കാല് വയ്ക്കുന്ന സമയത്ത് ചെടികളിലേക്കൊക്കെ ജെസി ബോസ് നോക്കുമ്പോൾ ഏത് ചെടിയുടെ ഇലയാണോ അദ്ദേഹം നുള്ളിയത് അതിലുള്ള വൈബ്രേഷൻ വളരെ ഹൈ ഫ്രീക്വൻസിയിൽ ചലിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നിയതാണ്. അതായത് അദ്ദേഹം വരുന്ന സമയത്ത് ചെടിക്ക് പേടിയുണ്ടായിരുന്നു. ശരാ, അപ്പം നമ്മളൊക്കെ പോകുമ്പോഴോ തെങ്ങിനൊക്കെ ഓടാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം ചില ചെടികളൊക്കെ ഓടിയിട്ടുണ്ടാവും അവിടെ നിന്ന്. അപ്പോൾ അങ്ങനെ ആ ഒരു പേടി മനസ്സ് അതിലേക്ക് എത്തുന്നുണ്ടെന്നും അതിനത് ഫീൽ ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അത് ശാസ്ത്രീയമായി അദ്ദേഹം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സ് മറ്റുള്ള മനസ്സുകളിലേക്ക് സ്വാധീനം ചെയ്യുന്നുണ്ട്. നമ്മൾ സ്നേഹത്തിൻ്റെ വൈബ്രേഷനാണ് കൊടുക്കുന്നതെങ്കിൽ അതും നമുക്ക് തിരിച്ചെന്ത് തരണം? സ്നേഹത്തിൻ്റെ തരണം. നമ്മുടെ ഉള്ളിൽ സ്വാർത്ഥതയും മത്സരവുമാണെങ്കിൽ അതും സ്വാർത്ഥതയും മത്സരവും തരണം. എനിക്ക് തോന്നുന്നു ഭൗതിക വിദ്യാഭ്യാസം മനുഷ്യനെ വളരെ വഴിതെറ്റിച്ച് കളഞ്ഞു. കാരണം ഈ ഭൗതിക വിദ്യാഭ്യാസത്തിലുണ്ടല്ലോ, ഈ ഭൂമി എന്ന് പറയുന്നത് മണ്ണായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ഭാരതീയ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് മണ്ണല്ല, അയം പൃഥിവി മാധ. ഋഗ്വേദത്തിലെ മന്ത്രമാണത്, അയം പൃഥിവി മാധ. ഇത് നമ്മുടെ അമ്മയാണ്. ഇനി ഒന്നുകൂടി ഉത്കൃഷ്ടമായി പറയുന്നത് വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. ഇതാരാണ്? ഭൂമിദേവി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ കാണുന്ന ജീവനുള്ള ഒരാളായി, ഒരു ശക്തിയായിട്ടാണ്. അപ്പോൾ ജീവനുള്ള ഒരു ശക്തിയെ നമ്മൾ തിരിച്ചറിയാതെ അതിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ പങ്കുവെക്കാതെ എടുത്തു വയ്ക്കുമ്പോൾ ആ അമ്മയ്ക്കും വിഷമം വരും. സ്വാഭാവികമാണ്. ഏതൊരു മക്കൾ എടുത്തു വയ്ക്കുന്ന സംസ്കാരമുണ്ടോ, പങ്കുവെക്കുന്ന സംസ്കാരമില്ലേ, മറ്റു മക്കൾക്ക് കൊടുക്കാതിരിക്കുന്നോ, അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കാൻ വേണ്ടി അമ്മ, ഒരു മകൻ എടുക്കുന്നത് കൊടുക്കുന്നില്ല, പങ്കുവെക്കുന്നില്ലെങ്കിൽ കിട്ടാത്തവർക്ക് വേണ്ടി അമ്മ എന്ത് ചെയ്യും? അമ്മ മാറ്റി വയ്ക്കേണ്ടി വരും.
അതുതന്നെയാണ് ഇന്ന് പ്രകൃതിയിൽ നടക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ വെള്ളത്തിന് ക്ഷാമമുണ്ടെങ്കിൽ, വസ്തുക്കൾക്ക് ക്ഷാമമുണ്ടെങ്കിൽ, അതൊക്കെ ഭൂമി തരാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ പെരുമാറ്റത്തിൻ്റെ ദൂഷ്യങ്ങൾ തന്നെയാണ്. അപ്പം പങ്കുവെക്കുന്ന സംസ്കാരമാണ് യജ്ഞ സംസ്കാരം. എടുത്തു വയ്ക്കുന്ന സംസ്കാരമാണ് സ്വാർത്ഥ സംസ്കാരം. എവിടെ യജ്ഞ സംസ്കാരമുണ്ടോ, പങ്കുവെക്കുന്ന സംസ്കാരമുണ്ടോ, അവിടെ ഭഗവാനുണ്ട്. എവിടെ എടുത്തു വയ്ക്കുന്ന സംസ്കാരമുണ്ടോ, ഭഗവാൻ പറയും ഏവം മൂന്നാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകത്തിൽ ഗീതയിൽ പറയും, ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയദീഹയാ അഘായൂരിന്ദ്രിയാരാമ മോകം പാർത്ഥ സജീവതി. ഏവം പ്രവർത്തിതം ചക്രം. ഇതൊരു പറഞ്ഞല്ലോ, നമ്മൾ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞപ്പം സ്വീകരിക്കുക, എടുക്കുക, പങ്കുവെക്കുക. ഇതാണ് പ്രകൃതിയുടെ നിയമം. നാം എടുക്കുന്നു, നാം ഉള്ളത് കൊടുക്കുന്നു. എന്തോ ഓക്സിജനൊക്കെ പിടിച്ചു വയ്ക്കാൻ പറ്റാത്തോണ്ടാ, അല്ലെങ്കിൽ നമ്മൾ അതും പിടിച്ചു വെച്ചിട്ടുണ്ടാവും. അതങ്ങനെ പ്രകൃതിയിലൊരു സിസ്റ്റം വെച്ചതുകൊണ്ട് നമ്മളങ്ങനെ പിടിച്ചു വയ്ക്കാതെ കൊടുക്കുന്നു എന്ന് മാത്രം. എന്നാലും നമ്മൾ കുറേ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വേണ്ടാത്ത സാധനങ്ങൾ, കുറേ സിസ്റ്റങ്ങൾ കേടുവരുത്തിക്കൊണ്ടാണല്ലോ ഷുഗർ പിടിച്ചു വയ്ക്കുന്നത്. അത് പിടിച്ചു വെച്ചിട്ട് പിന്നെ നമ്മൾ അറിയുന്നത് വേണ്ടാത്ത സാധനമാണെന്നുള്ളത്. ഇങ്ങനെയൊക്കെ ചിലതൊക്കെ നമ്മൾ കുഴപ്പങ്ങളാക്കിയിട്ട് നമ്മൾ രോഗികളാവുന്നുണ്ട്. പോട്ടെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുന്നു, കൊടുക്കുന്നു, എടുക്കുന്നു, കൊടുക്കുന്നു. അവരും സ്വീകരിക്കുന്നു, നമുക്ക് തരുന്നു. കടൽ എല്ലാ വെള്ളത്തെയും തന്നിലേക്ക് സ്വീകരിക്കുന്നു, അത് കാർമേകമാക്കി കൊടുക്കുന്നു. വീണ്ടും അത് ഭൂമിയിലേക്ക് വരുന്നു, അങ്ങനെ കൊടുക്കുന്നൊരു ചക്രം. ഏവം പ്രവർത്തിതം ചക്രം. ഈ ചക്രത്തെ അനുവർത്തയതി. ആരാണോ, ഇതൊക്കെ വളരെ ലളിതമായ സംസ്കൃതമല്ലേ, ആരാണോ ഇതിനെ അനുവർത്തിക്കാത്തത്, അനുവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യാത്തത്, ഇതിനെ ശീലിക്കാത്തത്, അവൻ അഘായു. അഘം എന്ന് പറഞ്ഞാൽ പാപിയാണവൻ. അപ്പം ഭഗവാൻ കൃഷ്ണൻ ആരെയാ പാപി എന്ന് വിളിക്കുന്നത്? ഈ ഷെയറിങ് മൈൻഡ് ഇല്ലാത്തവരൊക്കെ പാപികളാണ്. അവരാണ് ശരിക്കും പാപികൾ. അത് നോക്കൂ, വസ്തുക്കൾ മാത്രമല്ല, നമ്മുടെ അറിവിനെ നമ്മൾ പങ്കുവെക്കണം, കഴിവിനെ നമ്മൾ